ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പ് 21-ന് അപ്രതീക്ഷിതമായി എത്തിയ കുറച്ച് വിരുന്നുകാർക്ക് ഉണ്ടാക്കിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയായിരുന്നു. ഉച്ചക്കാന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത് മോൻ്റെ സ്ഥാപനത്തിൽ 5 ഉസ്താദ്മാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ ഞാൻ വൈറ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെക്കുകയായിരുന്നു. അതിനായിട്ട് ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് മൈദ എന്ന തോതിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 സ്പൂണ് മിൽമ നെയ്യും, പിന്നെ 1 കപ്പ് പാലും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, 1 കോഴിമുട്ടയും പൊട്ടിച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കോൺഫ്ലവറും കുറച്ച് മൈദയും സോയാ സോസും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് അതും അവിടെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഡ്രാഗൺ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരടുപ്പത്ത് മസാല റെഡിയാകുമ്പോൾ ഒരടുപ്പത്ത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടും എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദ്യത്തെ ബാച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കോരി മാറ്റിയിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് തന്നെ എല്ലാം ഒരു തട്ടിക്കൂട്ടലായിരുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടെടുത്തതിന് ശേഷം അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ ബീഫ് മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരുപോലെ ഒന്ന് ഉടച്ച് എടുക്കുന്നുണ്ട്. പിന്നെ വേവിച്ച് വെച്ച ബീഫ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ റെഡിയാകുമ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കന് വേണ്ടിയുള്ള 2ാമത്തെ ബാച്ച് ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി 3ാമത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കുറച്ച് വലിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതേ രീതിയിലാണ് ഡ്രാഗൺ ചിക്കന് ഉള്ളി അരിയുന്നത്. അതുപോലെ തന്നെ ക്യാപ്സിക്കം അതേപോലെ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഓരോന്നുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഓരോ ഐറ്റംസും അരിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഇത് കിട്ടൽ. ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ അരിഞ്ഞെടുത്ത് പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി കുറച്ചെടുത്തിട്ടുണ്ട്. അതും നേരെ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ ഫ്രൈ ചെയ്ത ഓയിലിന് കുറച്ച് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം 1 സ്പൂണ് മിൽമ നെയ്യ് കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും അണ്ടിപ്പരിപ്പും കൂടി അതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 4 സ്പൂണ് ക്രഷ് ചില്ലി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പിന്നെ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു പകുതി വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മൾ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി വിതറിയിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് റെഡിയാക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡ്രാഗൺ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി വൈറ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന് വേഗം പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരുമ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം സ്പീഡിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം തറാവി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അവർ വരൽ പറഞ്ഞിനി. അതുകൊണ്ട് കുറച്ച് സമാധാനമായി. പിന്നെ എല്ലാം വരുമ്പോഴൊക്കെ റെഡിയാക്കേണ്ട ഒരു വെപ്രാളത്തിലായിരുന്നു. അവർ വരുമ്പോഴത്തേക്കും തന്നെ എല്ലാതും ആകുമെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്കല്ലെങ്കിലും. അങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാക്കണം, എങ്ങനെ കൊടുക്കണം, എന്തെന്ന് ആക്കേണ്ട ഒന്നൊരു തിരിയൂല. പക്ഷെ അവർ പോയി കഴിഞ്ഞാലും അവർക്ക് അത് കൊടുത്തിട്ടല്ലോ ഇത് കൊടുത്തിട്ടല്ലോ അതും ഉണ്ടാക്കാനും ഇതും ഉണ്ടാക്കാനില്ല ഒരു ഭയങ്കര ഒരു വിഷമമായിരിക്കും. അങ്ങനെ നമ്മളെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ചെറുതായി
മുറിച്ചിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് അരിഞ്ഞതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് മൂപ്പിച്ചതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് സ്പൈസസും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മിൽമ നെയ്യും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച അരി എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരിയൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് തിളവന്നതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് അവിടെ അടച്ച് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ വെച്ചാൽ നമ്മുടെ ചോറ് റെഡിയായി കിട്ടും. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ ആ ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നൂഡിൽസിന് വേണ്ട വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാള ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഉസ്താദുമാർക്ക് മാസത്തിൽ ചിലവ് കൊടുക്കൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. എൻ്റെ നാട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ ഉസ്താദിന് ഇങ്ങനെ ഫുഡ് കൊടുക്കൽ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നിന്നും ഞാൻ ഈ വീട്ടിൽ പിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇങ്ങോട്ടൊന്നും അങ്ങനെ വരലില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉസ്താദുമാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. കാരണം അവരുടെ ഒരു ദുആ മതിയല്ലോ ചിലപ്പം നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. മുമ്പൊക്കെ ഉസ്താദുമാർ വരലും ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ. ഇവിടെ വന്നതിന് പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മളെ വെജിറ്റബിൾസൊക്കെ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റും ക്യാബേജും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതാ നമ്മുടെ നെയ്ച്ചോറും റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ഒന്ന് ആറണത്ര കേട്ടോ. മുക്കാലിൻ്റെ അപ്പുറം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ട് ചോറായിട്ടുണ്ട്. ഇനി അതങ്ങനെ തന്നെ ഞാൻ ദമ്മിടുന്നുണ്ട്. മസാലയിലേക്കൊന്ന് ദമ്മിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ അതിലേക്ക് തട്ടിക്കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ മല്ലിയിലയും ഉള്ളി പൊരിച്ചതും കൂടെ അതൊക്കെ ഒന്ന് വിതറി കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണി റെഡിയായി. ഡ്രാഗൺ ചിക്കനും റെഡിയായി. ചപ്പാത്തി റെഡിയായി. ഇനി റെഡിയാകാനില്ല നൂഡിൽസാണ്. അപ്പോൾ ഇതാ നൂഡിൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിക്കന്. പിന്നെ ഇതാ ഒരു 5 മുട്ട എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി എണ്ണയിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് പിന്നെ ഇതാ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഉള്ളി കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വരുമ്പം തന്നെ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും ഈ 3ആണ് ഇട്ടത്. അങ്ങനെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് പിന്നെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മുട്ടയും കൂടി അതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേവിച്ചെടുത്ത് വെച്ച നമ്മുടെ നൂഡിൽസ് അതിലേക്കിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും മസാല റെഡിയാക്കി എടുക്കുക. ഇത് ഇങ്ങനെ ഉടഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നല്ല പോലെ കൈ കൊണ്ടൊന്ന് കുടഞ്ഞെടുത്താൽ മതി. ഇതുപോലൊന്ന് കുടഞ്ഞെടുത്താൽ എല്ലായിടത്തും മസാല റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഉസ്താദുമാർ വരുന്നതായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിക്കൂട്ടലായിട്ട് ഇങ്ങനെ നടത്തിയത്. ഇനി ഇതിനുള്ള സലാഡ് കൂടി ഉണ്ടാക്കാനുണ്ട്. അതിനായിട്ട് ഇതാ ഞാൻ പൈനാപ്പിളും ഉള്ളിയും പിന്നെ കക്കിരി പിന്നെ മുന്തിരി പിന്നെന്ത് ആപ്പിള് പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ട് അത് സലാഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പൈനാപ്പിളിൽ ഞാൻ സിർക്കയും ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് മല്ലിയിലൊക്കെ ഇട്ടിട്ട് അതും വേറെ തന്നെ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഉസ്താദുമാരൊക്കെ വരുമ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട്. 10 മണി 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് അവർക്കൊക്കെ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടുന്നുണ്ട് ലേറ്റായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 7 മണി മുതൽ 9:30 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ഫുഡെല്ലാം റെഡിയായിട്ട് സെറ്റായിട്ടുണ്ട്. എൻ്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉസ്താദുമാർക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന കാര്യം. പിന്നെ ഉമ്മ മരിക്കുന്ന അന്ന് വരെ ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടാണ് ഉമ്മ
പോയത്. പിന്നെ അങ്ങനെ ഇതാ അവർക്കൊക്കെ ഫുഡ് കൊടുത്ത് അവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തൊന്നേലും ദൂരത്ത് നിന്ന് അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് നല്ല അഭിപ്രായമായിരുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ല സന്തോഷമായി അവർ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ. നല്ല അടിപൊളി ഫുഡായിന്, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ അവരൊക്കെ പോയതിന് ശേഷം അടുക്കളയിലുള്ള കോലാഹലാന്നിത്, ഫുഡ് കഴിച്ചതും ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ എനക്കങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും തോന്നൂല കേട്ടോ. എനിക്ക് ഭയങ്കര ഇതാണ് എന്തോ പോലെ. അവരൊക്കെ കഴിച്ച് റാഹത്തായി എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ വയറെന്ന് പറഞ്ഞ്. പിന്നെ അങ്ങനെ ഇതാ പാത്രം കഴുകലും ഇതൊക്കെ അത് അനിയത്തി കൊടുത്ത് ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നീറ്റാക്കി കഴിയുമ്പോൾക്ക് 12:23 ഇനി നമ്മൾ ഇന്ന് പണിയെടുത്തതിൻ്റെ കണക്കൊക്കെ കഴിക്കണമല്ലോ. അതൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുമ്പോഴല്ലേ അതിന് റാഹത്തുണ്ടല്ലോ, പിറ്റേന്നേക്കുള്ള ഒരു എനർജി. എനിക്ക് അതാ ഇങ്ങനെ പൈസയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.